നമുക്കൊരു നെയ്ച്ചോറ് തയ്യാറാക്കാം. ഞാൻ അതിനു വേണ്ടി ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അരി കഴുകി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടിടാം. നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 കറുവപ്പട്ട, 2 തക്കോലം, ഒരു 3-4 ഏലക്കായ, ഗ്രാമ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള എങ്ങനെ കളറൊന്നും മാറണ്ട. അതിലേക്ക് നമുക്ക് കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇത് തീ കുറച്ചിട്ടാൽ ചിലപ്പോൾ ഈ അരി അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ കൂട്ടിയിടാൻ പറയുന്നത്. അതേസമയം തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 6 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആണ് ഞാൻ ചേർക്കുന്നത്. ആ അളവിലാണ് ഇപ്പോൾ വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മുടെ അരി എങ്ങനെ 4-5 മിനിറ്റോളം നമ്മൾ നെയ്ക്കകത്തിലൊന്ന് വറുത്ത് ഇതെടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അരി. നമുക്കിനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 കപ്പ് വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു 6-7 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അരി വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം പകുതി മുക്കാലും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. കുഴഞ്ഞിട്ടും ഒന്നുമില്ല. നമ്മുടെ ചോറ് അങ്ങനെ ഇളക്കി കൊടുത്ത് വെന്തിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ നോക്കണേ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഒനിയനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 1 മിനിറ്റായി. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു. നമുക്കിത് അടച്ച് വയ്ക്കാമെന്ന്. ചൂടോട് തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്.